മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന വിജയൻ നമുക്കൊപ്പമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ബീന വിജയൻ മാം. നമസ്കാരം. നമുക്ക് എന്താണ് ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പം മെമ്പറാണോ? ഇപ്പൊ ഞാൻ ബ്ലോക്ക് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ. നമുക്ക് എങ്ങനെ ഇവരുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റുക? അത് വളരെ നിസ്സാരാണല്ലോ. കാരണം നമ്മൾ ആ പദ്ധതി കൊണ്ടുവരുമ്പോ തന്നെ ഒരു എന്താ പറയാ, ഗോത്രവർഗ ഉന്നതിയിലെ വീട് എന്നുള്ള രീതിയിലല്ല, ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്ന് മറ്റ് ജനവിഭാഗങ്ങൾ താമസിക്കുന്നത് പോലെ ഉയർന്ന നിലവാരത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ഭരണസമിതി, LDFന്റെ ഭരണസമിതി 1 ഏക്കർ സ്ഥലം നമ്മൾ വിലയ്ക്ക് വാങ്ങി അവർക്ക് പ്രത്യേകം പ്ലോട്ട് തയ്യാറാക്കി 24 വീടുകളാണ് അവിടെ നമ്മൾ സജ്ജാക്കിയത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് UDF ഭരണസമിതിയാണ് ഇപ്പൊ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വന്നിട്ട് ഇപ്പൊ 5 വർഷമായി. നമ്മൾ ചെയ്ത പ്രവർത്തനത്തിനേക്കാൾ അപ്പുറം അതിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, കിണർ നമ്മൾ കുത്തിയതാണ്. അതൊന്ന് തേവി വൃത്തിയാക്കി അവർക്ക് കണക്ഷൻ കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയാൽ മതി. നിസ്സാര പൈസ മതി. അല്ലല്ല, ആ കിണറ്റിലെ വെള്ളം ഓരുള്ള വെള്ളമാണ്, ചെളിവെള്ളമാണ്. അതിനകത്താണെങ്കിൽ പണി നടത്തിയ സ്ഥലത്തെ മുഴുവൻ സാധനങ്ങളും കൊണ്ടിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇവർ പറയുന്നത്. 12 കുടുംബങ്ങൾ ആ വീട്ടിൽ നിന്ന് പോയി. നിങ്ങൾ വെച്ച് 24 നല്ല വീടുകളാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് ഞാൻ സമ്മതിക്കുന്നു. നല്ല വീടുകളാണ്, എല്ലാവിധ സൗകര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുടിവെള്ളം ഇല്ലെങ്കിൽ അതെങ്ങനെ ഓടും? അല്ല, അതിന്റെ നിസ്സാര പൈസ മുടക്കി നമുക്ക് അവിടെ കുടിവെള്ളം എത്തിക്കാലോ. ഇപ്പൊ നമുക്കറിയാലോ, പുതിയ കുടിവെള്ള പദ്ധതി മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ കണക്ഷൻ എടുക്കാം. അത് എത്ര ദൂരം ഉണ്ടാവും? ഈ കാരാപ്പുഴ ഡാമിൽ നിന്നുള്ള ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് അങ്ങോട്ട് എടുക്കാൻ ഒരുപാട് ദൂരം ഉണ്ടോ? അവിടെ യൂക്കാലിക്കാവിലെ കോളനി അതിന്റെ തൊട്ടടുത്താണ്. അവിടെ നിന്ന് എടുക്കാം. ഇപ്പൊ ഒരു വെള്ളം കോരി ഉപയോഗിക്കുന്ന യൂക്കാലിക്കാവിലെ കോളനിയിൽ കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ പദ്ധതിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ കണക്ഷൻ കൊടുക്കാം. അവിടെ പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റും. അതിനാവശ്യമായ ചെറിയ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായ അവരുടെ പ്രശ്നം നമുക്ക് പരിഹരിച്ചു പോകാൻ കഴിയും. മുൻകൈ എടുക്കുവോ? ഞാനിപ്പോ അവിടെയല്ല. അവിടെയല്ല, മറ്റു സ്ഥലത്താണ്. ഞാൻ ആ ഡിവിഷനും അല്ല. എന്റെ മീനങ്ങാടി ഡിവിഷനാണ്. ഈ ഡിവിഷനിൽ വരുന്ന BRC ബ്ലോക്ക് ആരാണ്? അത് ലത ശശി എന്ന് പറഞ്ഞ മെമ്പറാണ്. അവര് LDF ആണോ? LDF ആണ്. പഞ്ചായത്ത് ഭരണസമിതിക്ക് അവരെ വിളിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോ ഒരു നിർദ്ദേശം പറയട്ടെ. നമുക്ക് എന്താ വെച്ചാല് DPC ഭേദഗതി, പദ്ധതി ഭേദഗതിയുടെ സമയമൊക്കെ കഴിഞ്ഞു, ഇലക്ഷനിലേക്ക് പോവല്ലേ. ഈ വിഷയം നേരത്തെ അവർ ഉന്നയിച്ചിട്ടില്ല. നേരത്തെ ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അല്ല, പക്ഷേ ഈ വിഷയം കണ്ടറിയേണ്ടിയിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയല്ലേ അതിദരിദ്രരെ കണ്ടെത്തുന്നത്. ഇപ്പൊ ഇവർ 24 ഈ ശരിക്കും പറഞ്ഞാൽ അതിദരിദ്ര നിർവചനത്തിലേക്ക് വരുമ്പോ കുടിവെള്ളം ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുന്ന് മടങ്ങിയാൽ ഇവര് ദരിദ്രരുടെ പട്ടികയിലാവും. വീടുണ്ട്, പക്ഷേ ദാരിദ്ര്യമാണ്, കുടിവെള്ളം ഇല്ല. അല്ല, ഒന്ന് സൂചിപ്പിക്കട്ടെ. ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരണത്തിന് അവസാന TPC-യിലായാലും ഒരു പൈസ വകയിരുത്തിയാൽ അത് നിസ്സാരമായിട്ട് ഓൺ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം പഞ്ചായത്തിന്റെ. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്ലോക്കിൽ നിങ്ങളത് മറ്റൊരു ബ്ലോക്കിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പഞ്ചായത്ത് നിങ്ങൾ കൊണ്ടുവന്നൊരു ഇനിഷ്യേറ്റീവ് ആണല്ലോ ബീന മാം. അപ്പോൾ അതൊന്ന് ഇടപെട്ട് നടത്തി കഴിഞ്ഞാൽ അവരെ സഹായിക്കണം. അവരുടെ വെള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് തന്നെയാണ്. അത് പഞ്ചായത്തിന് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് അവർക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഒരുക്കണം. താങ്ക് യു മാം. താങ്ക് യു ബീന മാം. ഒന്ന് ദീപക്കെ, നമ്മുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. പഞ്ചായത്ത് മെമ്പറേയും നമ്മൾ വിളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അത് എടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിപ്പോൾ UDFന്റെ പഞ്ചായത്താണ്. ഇത് എങ്ങനെ കിട്ടുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു. ഏറ്റവും മനോഹരമായി നിർമ്മിച്ച 24 വീടുകൾ. ആ 24 ഉന്നതിയിലെ വീടുകളിൽ എല്ലാ സംവിധാനങ്ങളും നോക്കൂ. അവിടെ വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റ് വെച്ചിട്ടുണ്ട്, സോളാർ പ്ലാന്റ് അടക്കം വെച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടാണ് ആ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം? അവിടെ ഇവർക്ക് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കുടിവെള്ളമില്ല. കുടിവെള്ളമില്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെ അവർ താമസിക്കും? അപ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ടിയിരുന്ന പഞ്ചായത്തുകാർ ഇതാ നോക്കൂ, പാവപ്പെട്ട ആ ഉന്നതിയിലെ ഒരു വീട്ടമ്മ ഈ കലവും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? ഇത് UDFന്റെ കയ്യിൽ ഈ പഞ്ചായത്ത് കിട്ടിയപ്പോൾ എന്താ അത് ചെയ്യാതെ പോയത്? LDFന്റെ കാലത്ത് ഈ വീട് വയ്ക്കാമെങ്കിൽ ആ സമയത്ത് അതിനുള്ള അനുമതി ഇത് നൽകാമെങ്കിൽ 23/5/2025 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത്. എന്നിട്ട് ഇതുവരെയും അവിടെ കുടിവെള്ളം ഏർപ്പാടാക്കിയിട്ടില്ല. അന്ന് തുടങ്ങിയ പദ്ധതിയാണ്. ആ പദ്ധതി ഇവിടേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണിത് ഇല്ലാതെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. UDFലെ ഭരണസമിതി എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് വേണ്ടത്. ഒരു നല്ല പദ്ധതി കൊണ്ടുവന്നാൽ അത് ഫിനിഷിംഗ് ലൈനിലെത്തി അത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അത് ഫിനിഷിംഗ് ലൈൻ പൂർത്തിയാക്കണം. എങ്കിലേ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ. നല്ല വീടുണ്ട്, കുടിവെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? താങ്ക് യു ദീപക്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിനെ ദീപക് നേരിട്ട് പോയി തന്നെ കാണണം. ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം എടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിയൊന്നും നടക്കില്ല. അതിനു മുമ്പ് തന്നെ
തന്നെ ആ ഫണ്ട് ഉപയോഗിച്ച് ഇവർക്ക് തൊട്ടടുത്തുള്ള ഉന്നതിയിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. മിനിസ്റ്റർ ഇത് കാണുന്നുണ്ടെങ്കിൽ മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തുന്നു. ഏറ്റവും നന്നായി വെച്ച് 24 വീടുകളിൽ 12 വീട്ടിലുള്ളവർ മടങ്ങിക്കഴിഞ്ഞു. പ്രസിഡന്റ് കട്ട് ചെയ്തിട്ട് പോയി കേട്ടു. നല്ല പ്രസിഡന്റ്. ഈ പ്രസിഡന്റുമാരൊക്കെയാണ്, ഇതാണ് നമുക്ക് പറയേണ്ടി വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കത് പ്രതികരിച്ചൂടെ? ഇനി അത് ഞങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിലും വേണ്ട, ആ ഉന്നതിയിലേക്കൊന്ന് പോയി അവിടെ വെള്ളം ഏർപ്പാടാക്കുന്ന ഒരു സംവിധാനം ഒന്ന് ചെയ്താൽ മതി. കഷ്ടമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ആ കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ സാധാരണ സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കും. നമ്മൾ ഇടപെട്ട മറ്റൊരു ഉന്നതിയിലെ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മന്ത്രി ഇടപെട്ടു, പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ വളരെ വേഗം നടന്നു. ഇന്ന് വൈകുന്നേരം ആ കാഴ്ചയും ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകും. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയല്ല, വീഴ്ചകളുണ്ടാവും, അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. താങ്ക് യു ദീപക്. നമുക്ക് എന്തായാലും ഇവിടെ സബർമതി, നല്ല മനോഹരമായ പേര് കൂടിയല്ലേ സബർമതി, അവിടെ നടക്കേണ്ട കാര്യം. ആ സബർമതി എന്നുള്ള പേര് ആരെയെ ഓർമ്മിപ്പിക്കുന്നത്? ഗാന്ധിയാണ്. ഗാന്ധി എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ഏറ്റവും നിരാലംബനായ മനുഷ്യനെ കുറിച്ച് ഓർമ്മിക്കണം. അതാണ് താലിസ്മാൻ. പാവപ്പെട്ട കണ്ണീരിൻ്റെ കണ്ണീരൊപ്പുമ്പോഴാണ് വികസനം എന്നുള്ളതാണ്. ആ ഭരണസമിതി ആരാണ്? UDF-ൻ്റെതാണ്. നടപ്പിലാക്കി കൊടുക്കണം സാർ. ഇത് സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന ഇടമാണ്. അവർക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളതാണ്. കട്ട് ചെയ്തിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് പേഴ്സണലി വിരോധമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പറും ആ കാര്യങ്ങൾ നടപ്പിലാക്കണം. ചെറിയ നിസ്സാര തുകയ്ക്കുള്ള കാര്യങ്ങളാണെന്നേ. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് വേണമോ അറിയാൻ.